ചില ആളുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഹൈ വോളിയത്തിൽ ഇങ്ങനെ പാട്ടൊക്കെ കേട്ടിരിക്കുന്നവർ. നമ്മൾ അത്യാവശ്യമായിട്ട് അവരെ വിളിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരത് കേൾക്കില്ല. നമ്മൾ ശക്തിയായിട്ട് ഡോറിലൊന്ന് തട്ടിക്കഴിഞ്ഞാലും അവർക്കത് അറിയാൻ സാധിക്കില്ല. കോളിംഗ് ബെല്ല് ആരെങ്കിലും അടിച്ചാലോ അല്ലെങ്കിൽ ലാൻഡ് ഫോൺ ഒന്ന് ശബ്ദിച്ചാലോ അല്ലെങ്കിൽ ഇപ്പോൾ മോട്ടറൊക്കെ ഇട്ടിട്ട് ടാങ്കിൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നുണ്ടാവും, മണിക്കൂർ കണക്കിനായിട്ടുണ്ടാവും, എന്നാലും അവർക്കത് അറിയാൻ സാധിക്കില്ല. എന്തിനേറെ വീട് ഫയർ ആയാൽ പോലും അവർക്കതറിയാൻ സാധിക്കില്ല. എന്തൊരവസ്ഥയല്ലേ. എന്നാൽ മൊബൈലിൻ്റെ അകത്ത് തന്നെ പ്രധാനമായിട്ടും ഒരു സെറ്റിങ്സ് ഉണ്ട്. ഇത് നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നടക്കുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ അറിയാൻ സാധിക്കും. എങ്ങനെയെന്നല്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പുതിയ അറിവ് തന്നെയായിരിക്കും. എങ്ങനെ ഇത് എനേബിൾ ചെയ്യാം, എങ്ങനെ ഇത് ഉപയോഗിക്കാമെന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമുക്കതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഹിയറിംഗ് എൻഹാൻസ്മെൻറ്റ്സ് എന്ന ഭാഗം കാണാം. അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് സൗണ്ട് നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇനി നിങ്ങൾക്കിത് കാണുന്നില്ല എങ്കിൽ സെറ്റിംഗ്സിൻ്റെ സെർച്ച് ബാറിൽ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്യുക, സൗണ്ട് നോട്ടിഫിക്കേഷൻ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻ സൗണ്ട് കാണും കേട്ടോ. അതൊന്നുമല്ല, താഴെ സൗണ്ട് നോട്ടിഫിക്കേഷൻ എന്ന ഈ ഒരു ഭാഗമുണ്ട്, അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വീണ്ടും സൗണ്ട് നോട്ടിഫിക്കേഷൻ എന്ന് കാണാൻ സാധിക്കും. അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇവിടെ ഓപ്പൺ സൗണ്ട് നോട്ടിഫിക്കേഷൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഇത് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അലാറം അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇവിടെ സ്മോക്ക് ആൻഡ് ഫയർ, അതായത് ഫയർ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്മോക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അതൊരു നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ സൈറൻസ്, അതുപോലെ തന്നെ ബേബി സൗണ്ട്, കുട്ടികളുടെ സൗണ്ട്, കുട്ടികൾ പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയില്ല, അപ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ വരും. അതുപോലെ തന്നെ ഡോഗ് ബാർക്കിംഗ്, അതുപോലെ തന്നെ നോക്കിംഗ്, ഡോർ ആരെങ്കിലും മുട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് വരും. അതുപോലെ തന്നെ ഇവിടെ ഡോർ ബെല്ല് റിങ്ങിങ്, ഡോർ ബെല്ല് ആരെങ്കിലും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ലാൻഡ് ലൈൻ ഫോൺ റിങ്ങിങ്, ഞാൻ നേരത്തെ ഇതൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ വാട്ടർ റണ്ണിങ്, വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന സൗണ്ടൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നോട്ടിഫിക്കേഷൻ വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ. ഇതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ടേൺ ഓൺ കൊടുക്കുക കേട്ടോ. ഓക്കെ, ആവശ്യത്തിന് അനുസരിച്ചിട്ട് എല്ലാം വേണമെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ഇതുപോലെ എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിനൊക്കെ നിങ്ങൾക്ക് ഇവിടെ ടേൺ ഓൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം കൂടി നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പെർമിഷൻ കൂടി നമുക്ക് അലോ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം സെലക്ട് ചെയ്യാണ്. ഓക്കെ, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു കാര്യം കൂടി ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കണം. ഓക്കെ, പെർമിഷൻ കൂടി അലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഓപ്പൺ ആയിട്ടാണ് ഉള്ളത്. നമുക്കിത് ക്ലോസ് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇവിടെ അതിൻ്റെ ഒരു പ്രീവ്യൂ ഒക്കെ നമുക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയൊക്കെയാണ് അത് നമുക്ക് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട്. വളരെയധികം നല്ല ഒരു ഓപ്ഷൻ തന്നെയാണ്. കാരണം ഹൈ വോളിയത്തിലൊക്കെ നിങ്ങൾ ഇവിടെ പാട്ട് കേൾക്കുമ്പോൾ ഇവിടെ സെറ്റിംഗ്സിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താം കേട്ടോ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം, ഓൺ ചെയ്യണമെങ്കിൽ ഓൺ ചെയ്യാം. തൊട്ട് താഴെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈബ്രേറ്റ്, അതുപോലെ തന്നെ ക്യാമറ ഫ്ലാഷ് ഒക്കെ അടിയും കേട്ടോ. ഇങ്ങനെയുള്ള സൗണ്ടുകൾ വരുമ്പോൾ അതൊക്കെ നമുക്ക് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്യാമറ ഫ്ലാഷ് അടിയുമ്പോൾ അല്ലെങ്കിൽ വൈബ്രേറ്റ് അടിയുമ്പോൾ തന്നെ നമുക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സൗണ്ട് ഇവിടെ കസ്റ്റം സൗണ്ടിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതിൻ്റെതായ രൂപത്തിൽ നിങ്ങൾക്കൊരു സൗണ്ട് തന്നെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് ജസ്റ്റ് ബാക്ക് വരാം. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും തീംസ് നമുക്ക് മാറ്റാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഡെമോ ഒക്കെ നമുക്കിവിടെ കാണാനുള്ള ഓപ്ഷൻ കുറച്ച് താഴെയായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ ഡെമോ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് കാണാൻ സാധിക്കും. ഈ രൂപത്തിലൊക്കെ അതിൻ്റെ ഡെമോ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുക എന്നൊക്കെ അത് ഇവിടെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ നോട്ടിഫിക്കേഷൻ വരും. പിന്നെ വൈബ്രേറ്റ് അടിയും, ക്യാമറ ഫ്ലാഷ് അതൊക്കെ ഓപ്പൺ ആകും. ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. വളരെ നല്ല ഓപ്ഷൻ തന്നെയാണ്. കാരണം ഹൈ വോളിയത്തിലൊക്കെ നിങ്ങൾ പാട്ട് കേൾക്കുമ്പോൾ വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൊബൈലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈലിലും ഇങ്ങനെയുള്ള ഓപ്ഷനുകൾ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായങ്ങളും ഇതിൻ്റെ ഫീഡ്ബാക്കും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.